ഇന്നത്തെ വീഡിയോ ഈദ് പ്രിപ്പറേഷൻ പ്ലസ് ഈദ് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയാണ്. രാത്രി ഒരു ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ പരിപാടിക്കും നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ മൈലാഞ്ചിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് പെരുന്നാൾ വൈബുള്ളൊരു പാട്ടൊക്കെ നോക്കുകയാണ്. ശരിക്കും മൈലാഞ്ചിടലും പാട്ടൊക്കെ വെക്കുമ്പോൾ തന്നെയാണ് പെരുന്നാളായി എന്നുള്ളൊരു ഫീലൊക്കെ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് പോയി. അവിടെ ആണെങ്കിൽ ഉമ്മ നാളെ ഗസ്റ്റൊക്കെ വരുമ്പം വെൽക്കം ഡ്രിങ്ക് പോലെ കൊടുക്കാനുള്ള കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പായസമാണ് വെക്കില്ല, അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റിക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ അവിടെ കട്ട് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇന്ന് പെരുന്നാൾ ദിവസമാണ്. രാവിലെ എണീറ്റിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാ പെരുന്നാൾക്കും അങ്ങനെ തന്നെയാണ്. രാവിലെ ഞാൻ ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ രാവിലെ തന്നെ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും മൂടുണ്ടാവില്ല. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്നിട്ടുണ്ട് മെഹന്തിയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് മെഹന്തി ഇട്ട് വന്നിട്ടുള്ളത് എൻ്റെ താത്തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ആൾ വേണ്ടല്ലോ. അങ്ങനെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇന്നലെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് ഉണ്ടായിരുന്നല്ലോ, ഞാനപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഇന്ന് നമുക്ക് ചോറും ബീഫ് വരട്ടിയതൊക്കെയായിരുന്നു സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്ററും കൂടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.